അസ്സലാമലൈക്കും. ഇത് കണ്ടില്ലേ നമ്മളെ തക്കാളി തൈകൾ. അപ്പോൾ ഇത് ഞാൻ വിത്ത് പാവി മുളപ്പിച്ചതാണ്. സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ തക്കാളി ഉണ്ടല്ലോ, അതൊക്കെ നാശമായതെടുത്ത് ഞാൻ പാവി മുളപ്പിച്ച് ഇത്രയും ഇതായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് മാഷാ അല്ലാഹ്. അപ്പോൾ ഇവർ ചിലരൊക്കെ പൂവിട്ട് ഇത് നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ട്. കണ്ടില്ലേ, വള്ളി പോലെ ആകെ നീണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ പൂക്കൾ ഇതിൽ ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ മഴയുടെ ഇതിലൊക്കെ ആകെ പോയതാണ്. പിന്നെ മേലെ പോയിട്ടാണ് അവർ പൂവിട്ടുള്ളത്. അപ്പോൾ പൂവൊക്കെ കായായി കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ പിന്നെ നമ്മൾ ഈ സാധാരണ തക്കാളി തൈകൾക്ക് വരുന്ന ഒരു സംഭവമാണിത്. കണ്ടില്ലേ, ഈ ഇലയുടെ ഈ ഇടഭാഗത്ത് നിന്ന് ഇങ്ങനെ വരണ ഇതിന് സക്കർ എന്നാണ് പേര് പറയുക. യൂട്യൂബിലൊക്കെ ഞാൻ കേട്ടിട്ടുള്ളതാണ്. കൃഷി ചെയ്ത് പരിചയമുള്ളവർക്ക് ആ പേരൊക്കെ അറിയാം. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയണം. കണ്ടില്ലേ, ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാനായിട്ട് തോന്നില്ല, പക്ഷേ ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ തക്കാളി പിടിക്കാനൊക്കെ പ്രയാസമെന്നാണ് പറയണത്. കാരണം ഇതിൻ്റെ പോഷക ഗുണങ്ങളൊക്കെ ഇങ്ങനെയുള്ളവർ വലിച്ചെടുക്കും. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് നമുക്കിങ്ങനെ തയ്യാറാക്കാനായിട്ട് വളർത്താനായിട്ട് നമുക്ക് വെച്ച് പിടിപ്പിക്കാനായിട്ട് പറ്റും, പിടിച്ച് കിട്ടുകയാണെങ്കിൽ. അപ്പോൾ ഇതുപോലുള്ളതൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയുക. ഇല്ല, ചില ഭാഗങ്ങളിലൊക്കെ അതേ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം. കണ്ടില്ലേ, കണ്ടാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല കൊമ്പുകളാണ്. പക്ഷേ അത് ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രശ്നമെന്നല്ല പറയണം. അപ്പോൾ നമ്മൾ കളയാതിരിക്കാൻ നിവർത്തില്ലല്ലോ. കണ്ട, ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഇതിലൊന്നും പൂ പിടിക്കില്ല. കണ്ടോ, അപ്പോൾ ഇതുപോലുള്ളതിലൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലൊക്കെ ഒരുവിധം നമുക്ക് വീട്ടുപയോഗത്തിനുള്ള തക്കാളി നമുക്ക് ഇതിൽ നിന്ന് തന്നെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഈ ഇതുപോലെ പഴുത്ത ഇലകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഇതിൽ വേറെ കാണില്ല, ഒക്കെ നല്ല ഇലകൾ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ തക്കാളി ചെടിയുടെ കാര്യങ്ങൾ ഞാൻ വളർത്തിയതിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളും നമ്മളെ വീട്ടാവശ്യത്തിന് ചില സമയങ്ങളിലൊക്കെ തക്കാളിക്കൊക്കെ ഭയങ്കര വില ഉള്ള സമയമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മളെ വീട്ടിൽ തക്കാളി ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗപ്പെടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇവർ ഈ പൂവൊക്കെ കായ വരികയാണെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്ത് കാണിക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.